ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് മുതൽ നമ്മൾ +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. +1 എക്കണോമിക്സിൻ്റെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇത് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ, കോമ്പണൻസ്, നീഡ് ഫോർ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്നിവയാണ്. ഇത്രയും ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ, കോമ്പണൻസ്, നീഡ്സ് എന്നീ ടോപ്പിക്സാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ആൽഫ്രഡ് മാർഷലിൻ്റെ എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടാണ്. ആരാണ് ആൽഫ്രഡ് മാർഷൽ? മോഡേൺ എക്കണോമിക്സിൻ്റെ ഫൗണ്ടർമാരിൽ ഒരാളായിരുന്നു ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയോ? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. 1890 അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. ഇനി നമുക്ക് ആൽഫ്രഡ് മാർഷലിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇതാണ് ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സിന് നൽകിയ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ 2 ടേംസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ആൻഡ് സെക്കൻഡ് വൺ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നതാണ്. അതേപോലെ തന്നെ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ റൊട്ടീൻ ആക്ടിവിറ്റീസ് ഓഫ് അവർ ലൈഫ്, അതായത് ഡെയിലി എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ എക്കണോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് വി ആർ അണ്ടർടേക്കൺ ഫോർ എ മോണിറ്ററി ഗെയിൻ. സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കൺസംഷൻ. Consumption is the process of using up utility value of goods and services for the direct satisfaction of our wants. അതായത് നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് കൺസംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then who is a consumer? When we buy goods to satisfy our own needs, our own personal needs, or those of our family or those of any other person, then we are called a consumer. ആരാണോ ഗുഡ്സ് വാങ്ങിക്കുന്നത് അവരെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഈ ഗുഡ്സ് വാങ്ങിക്കുന്നത് നമ്മുടെ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാവാം, നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാവാം, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനാവാം. അപ്പോൾ ആരാണോ ഗുഡ്സ് വാങ്ങിക്കുന്നത് അവരെയാണ് നമ്മൾ കൺസ്യൂമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ next economic activity, production. Production is the process of converting raw material into useful things. raw materialനെ കൺവേർട്ട് ചെയ്ത്, അസംസ്കൃത വസ്തുക്കളെ കൺവേർട്ട് ചെയ്ത് യൂസ്ഫുൾ ഗുഡ്സ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ who is a producer? One who produce goods. അതൊരു മാനുഫാക്ചർ ആവാം, ഫാർമർ ആവാം. ആരാണോ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ വരുന്നതാണ് സർവീസ് ഹോൾഡേഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഹു ഈസ് എ സർവീസ് ഹോൾഡർ? വെൻ വി ആർ ഇൻ എ ജോബ് വർക്കിംഗ് ഫോർ സം അതർ പേഴ്സൺ ആൻഡ് വി ഗെറ്റ് പെയ്ഡ് ഫോർ ഇറ്റ്, വി ആർ കോൾഡ് എ സർവീസ് ഹോൾഡർ. അതായത് നമ്മളൊരു എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുകയും അതിന് കോമ്പൻസേഷൻ അല്ലെങ്കിൽ അതിന് പ്രതിഫലമായി നമുക്ക് സാലറിയോ വേജോ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർവീസ് ഹോൾഡർ എന്ന് പറയപ്പെടും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സർവീസ് ഹോൾഡറാണ്. ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ആളുകൾ അവർ സർവീസ് ഹോൾഡേഴ്സാണ്. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുമാണ്. ദെൻ നെക്സ്റ്റ് വൺ സർവീസ് പ്രൊവൈഡർ. വെൻ വി പ്രൊവൈഡ് സം കൈൻഡ് ഓഫ് സർവീസ് ടു അതേഴ്സ് ഫോർ എ പേയ്മെൻറ്റ് ലൈക്ക് ഡോക്ടേഴ്സ്, ലോയേഴ്സ് എക്സെട്ര, വി ആർ കോൾഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, മറ്റുള്ളവർക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും അതിന് പ്രതിഫലമായി നമുക്കൊരു പേയ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഫീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഒക്കെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റീസിലെല്ലാം നമുക്ക് എക്കണോമിക് ആസ്പെക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ കൺസിഡേർഡ് ആസ് എക്കണോമിക് ആക്ടിവിറ്റീസ്.
ഡെയിലി ലൈഫിൽ ഹ്യൂമൻ ബീയിങ്സ് എൻഗേജ്ഡ് ആയിരിക്കുന്ന ഇത്തരം എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നതാണ് ആൽഫ്രഡ് മാർഷൽ തന്ന ഡെഫിനിഷൻ പ്രകാരം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ഒരു എക്കണോമിക് പ്രോബ്ലം? എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എക്കണോമിക്സ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? ഇതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Scarcity is the root of all economic problems. Resources are limited and our wants are unlimited. അതായത് വിഭവങ്ങൾ പരിമിതവും നമ്മുടെ ആവശ്യങ്ങൾ അനവധിയുമാണ്. മാത്രമല്ല ഈ റിസോഴ്സസിന് പലവിധ ഉപയോഗങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ലാൻഡ്, ലേബർ, വാട്ടർ, ഫെർട്ടിലൈസർ, ഇതൊക്കെ റിസോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. ഈ റിസോഴ്സൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സ് എല്ലാം ലിമിറ്റഡുമാണ്. ഈ റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയ റൈസോ വീറ്റോ പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയ റബ്ബർ, ജൂട്ട്, കോട്ടൺ അതും പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ റിസോഴ്സസ് പരിമിതവും എന്നാൽ വിഭവങ്ങൾക്ക് പലവിധ ഉപയോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരു എക്കണോമിക് പ്രോബ്ലം ഉയർന്നു വരുന്നത്. അതായത് പ്രോബ്ലം അറൈസിങ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫാക്ട് ദാറ്റ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ആൻഡ് ദീസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ഒരു എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്നും ഇതറിയപ്പെടും. ഈ എക്കണോമിക് പ്രോബ്ലം നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഇവിടെയാണ് നമ്മൾ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. എക്കണോമിക്സ് നമ്മൾ എങ്ങനെ ഇത്തരം പ്രോബ്ലംസ് ഫേസ് ചെയ്യണം എന്നതിന് ഉത്തരം നൽകുന്നു. ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്നും എങ്ങനെ പരിമിതമായ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെന്നുമെല്ലാം എക്കണോമിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോമ്പണൻസ് ഓഫ് എക്കണോമിക്സ്, ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. കൺസംഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ 3 കാര്യങ്ങളാണ് കോമ്പണൻസ് ഓഫ് എക്കണോമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ, കൺസംഷൻ. Consumption is an economic activity deals with the use of goods and services for the satisfaction of human wants. അതായത് എന്തെങ്കിലും ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് ഓർ സർവീസസ് ഉപയോഗിക്കുകയാണെങ്കിൽ, യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ എ വാണ്ട് ഈസ് സാറ്റിസ്ഫൈഡ് ദ പ്രോസസ് ഈസ് കോൾഡ് കൺസംഷൻ. നമ്മുടെ ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്തു അല്ല സർവീസ് കൺസ്യൂം ചെയ്തു എന്ന് പറയും. For example, eating of food, then drinking of milk, listening music, ഇതൊക്കെ കൺസംഷന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് കോമ്പണന്റ്, പ്രൊഡക്ഷൻ. All activities which are undertaken to produce goods and services for generation of income and satisfying human wants are called production. ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനും ഇൻകം ഉണ്ടാക്കാനും വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ നിർമ്മിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ എന്ത് പറയും? പ്രൊഡക്ഷൻ എന്ന് പറയും. How the producer chooses what to produce for the market when he knows the cost and price is called the study of production. ഒരു പ്രൊഡ്യൂസർ ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ എന്നും പറയും. നെക്സ്റ്റ് കോമ്പണന്റ്, ഡിസ്ട്രിബ്യൂഷൻ. How income generated in the process of production is distributed among the factors of production in the form of rent, wages, interest and profit. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻകം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്ഷൻ പ്രോസസ്സിന് സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണേഴ്സ്. ഈ 4 ഘടകങ്ങളെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഏജൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും. ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻസ് ഓഫ് പ്രൊഡക്ഷന് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് ലാൻഡ് നൽകിയവർക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേണിന് റെന്റ് എന്ന് പറയും. ലേബറേഴ്സിന് വേജസ് കൊടുക്കണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കോ കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ്. ഓൺട്രപ്രണേഴ്സ് റിസ്ക് എടുക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആണ് പ്രോഫിറ്റ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ജനറേറ്റ് ചെയ്ത ഇൻകം എങ്ങനെ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക് എൻഡ് ചെയ്യുന്നത് എക്കണോമിക്സിന് പ്രൊഫസർ സാമുവൽസൺ മെൻഷൻ ചെയ്ത ഗ്രോത്ത് ഓറിയന്റഡ് ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം.
Economics is the study of how people and society choose to employ scarce resources that could have alternative uses in order to produce various commodities that satisfy their wants and to distribute them for consumption among various persons and groups in society. ഈ ഡെഫിനിഷനെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡെഫിനിഷൻ മോസ്റ്റ് ആക്സെപ്റ്റബിൾ ഡെഫിനിഷനായിട്ട് എക്കണോമിസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പരിമിതമായ വിഭവങ്ങൾ ആളുകളും സമൂഹവും എങ്ങനെ ഉപയോഗിച്ച് പലതരം കമ്മോഡിറ്റീസ് ഉണ്ടാക്കുന്നുവെന്നും ഈ കമ്മോഡിറ്റീസ് സമൂഹത്തിലെ ആവശ്യക്കാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുവെന്നും ഉള്ള പഠനമാണ് എക്കണോമിക്സ്. നമ്മൾ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു, എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, കോമ്പണൻസ് ഓഫ് എക്കണോമിക്സ്, നീഡ് ഫോർ എക്കണോമിക്സ്, ഇത്രയും ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.